എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഒക്ടോബർ 29 ബുധനാഴ്ച. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ വന്നു. ഇന്നലെ ഒരു എക്സ്പയറി ഡേ സ്പെഷ്യൽ ട്രേഡിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ഡൗൺ സൈഡിലേക്ക് പോയത്. എന്നിരുന്നാലും ഫ്ലാറ്റായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. ജനറൽ ചാനലിൻ്റെ ഗ്രൂപ്പ് ലിങ്കാണുള്ളത്. നിങ്ങൾക്ക് അവിടെ നിന്നും വേണമെങ്കിൽ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. പ്രത്യേകിച്ചും ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ക്യൂസും അതുപോലെ തന്നെ ഗ്ലോബൽ ട്രേഡിംഗ് ഡൈനാമിക്കിലുള്ള ഒരു ക്ലാരിറ്റിയും കാരണമാണ് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഒരു സ്ട്രോങ് ബുള്ളിഷ്നെസ് പ്രകടമായത്. മാത്രമല്ല, ഇന്ത്യ US ട്രേഡിംഗ് ഡീലിലെ സാധ്യത, അതിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നമ്മുടെ ട്രേഡർമാരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഉയർത്തിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിചയപ്പെടാം. നിഫ്റ്റി 26,040 മുകളിലാണ് നമ്മളൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 40 മുകളിൽ പോയി, പക്ഷേ കാര്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഈ എൻട്രി എടുത്താൽ തന്നെ കേവലം ഒരു 39-40 പോയിൻ്റ്, ഒരു 35 പോയിൻറ്റിൻ്റെ റാലിയാണ് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്താലും 58,310 നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ഇവിടെ നിന്നും എൻട്രി ലഭിച്ച സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും പരമാവധി ഒരു 150 പോയിൻറ്റിൻ്റെ റാലി നടന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് നമ്മുടെ ഓപ്ഷൻ സ്ട്രൈക്കിലാവുമ്പോൾ ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, തിരിച്ച് നമുക്ക് മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. പറഞ്ഞു വന്നത്, ഇൻവെസ്റ്റർമാർക്കിടയിൽ, അതായത് ട്രേഡർമാർക്കിടയിലുള്ള ഒരു അവരുടെ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം പ്രതിഫലിക്കുന്ന രൂപത്തിലാണ് ഇന്ന് നിഫ്റ്റി കണ്ടിന്യൂ 3 ഡേ ആയല്ലോ ഇപ്പോൾ പോസിറ്റീവിലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും 26,050 അതുപോലെ തന്നെ 26,100 ഈ സോണിന് സമീപം നിഫ്റ്റി ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിനെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 25,900 അതുപോലെ തന്നെ അവിടെ നിന്നും താഴേക്ക് പോകണമെങ്കിൽ 25,650 അല്ലെങ്കിൽ 660 എന്നുള്ള നിലയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാം. 25,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം പോസിറ്റീവ് ട്രെൻഡ് തുടരും എന്ന് തന്നെയാണ്. 26,100 മുകളിലുള്ള ഒരു ഡിസീസീവ് ക്ലോസിങ് 26,250 അതുപോലെ തന്നെ 26,400 കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം സുലഭമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം 25,900 താഴെയുള്ള ഓരോ ഫാളും അല്ലെങ്കിൽ ഓരോ ചെറിയ ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഇടിവുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് ഹൈ ലെവലിൽ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം ആ ഒരു പ്രോഫിറ്റ് ഈ താഴത്തേക്ക് 25,900 താഴേക്ക് പോവുകയാണെങ്കിൽ മുകളിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് അത് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. US ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഇന്നാണ്. അതിൻ്റെ തീരുമാനത്തിന് മുൻപെന്ന വണ്ണം വേൾഡ് വൈഡായിട്ട് തന്നെ പോസിറ്റീവ് ക്യൂസുകളും അതുപോലെ തന്നെ ഒരു ഗുഡ് സെൻറ്റിമെൻറ്റ്സുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമായി എന്ന് മാത്രം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 368 പോയിൻ്റ് അല്ലെങ്കിൽ 369 പോയിൻ്റ് പോസിറ്റീവിൽ 84,990 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി 117 പോയിൻ്റ് പോസിറ്റീവിൽ 26,053 54 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 26,000 എന്നുള്ളൊരു മാജിക് സോണിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് നല്ല ഒരു സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, ഇന്ത്യയുമുള്ള ട്രേഡിംഗ് ഡീലിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ കരാർ അവസാനിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പും 0.5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒഴികെയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. 2.12% ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് നേട്ടമുണ്ടാക്കിയത്. അത് ക്രൂഡ് ഓയിലിൻ്റെ പിൻപറ്റിയുള്ള, അതായത് ക്രൂഡ് ഓയിൽ ചെറിയ തോതിലുള്ള ഉയർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. 60,400 ക്രൂഡ് ഓയിൽ എത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി, മെറ്റൽ, മീഡിയ, ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ്, IT, ഫാർമ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവിലാണ്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്കുകളിൽ അദാനി പോർട്സ്, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, HCL ടെക്നോളജീസ്, ടാറ്റ സ്റ്റീൽ എന്നിവ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ഭാരത് ഇലക്ട്രോൺ, അതുപോലെ തന്നെ എറ്റേണൽ, M&M, ബജാജ് ഫിനാൻസ്, മാരുതി സുസുക്കി എന്നിവ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടവയിൽപ്പെടുന്നു. മറ്റൊന്ന്, ഗുഡ്സ് പ്രൈസുകളുടെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പരിമിതികളുടെയും ഇടയിൽ മെറ്റൽ സ്റ്റോക്കുകൾ പോസിറ്റീവിൽ വന്നു. അതുപോലെ തന്നെ റിലീസാവാനിരിക്കുന്ന ഫെഡ് തീരുമാനം വേൾഡ് മാർക്കറ്റുകൾക്ക് തന്നെ ഒരു പ്രധാന സംഭവമായി തുടരും. 25 ബേസിക് പോയിൻറ്റ്സ് നിരക്ക് കുറയ്ക്കൽ വ്യാപകമായി എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ നിരക്ക് കുറയ്ക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നമുക്ക് നാളത്തെ മാർക്കറ്റിൽ അത് കാണാൻ കഴിയും. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ഓപ്ഷൻ ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിചയപ്പെടാം. നമുക്ക് റെസിസ്റ്റൻസായിട്ട് നാളെ 58,470 എന്നുള്ള ഈ റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയോ സസ്റ്റെയിൻ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം സപ്പോർട്ടായിട്ട് 58,160 ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ റെസിസ്റ്റൻസായിട്ട് 26,105 ഓക്കെ, 26,105 മുകളിൽ നമുക്ക് എൻട്രി മതിയാവും. അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ താഴെ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 25,990 25,990 താഴെ വരികയാണെങ്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ 25,900 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഇത് ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.